മുതിർന്ന പൗരന്മാർക്കുള്ള യാത്രാ നിരക്കിലെ ഇളവുകൾ പിൻവലിച്ചത് വഴി കഴിഞ്ഞ 4 വർഷം കൊണ്ട് റെയിൽവേ നേടിയത് 5800 കോടി രൂപയെന്ന് കണക്കുകൾ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾക്ക് ലഭിച്ച മറുപടിയിലാണ് റെയിൽവേ മുതിർന്ന പൗരന്മാരുടെ യാത്രാ ഇളവ് റദ്ദാക്കിയത് വഴി കോഴികൾ നേടിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. 2020 മാർച്ച് മുതൽ 2024 ജനുവരി വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നത്. Sacred Heart School, Kottakkal, a center of excellence where we teach, model and encourage a love of learning, collaboration and compassion for others. COVID-19 തുടർന്ന് 2020 മാർച്ച് 20 രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് റെയിൽവേ നിരക്കുകളിലെ ഇളവ് പിൻവലിച്ചത്. കോവിഡിന് മുൻപ് ടിക്കറ്റ് നിരക്കിൽ 60 വയസ്സും അതിൽ കൂടുതലുള്ള പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും 40%, 58 വയസ്സും അതിൽ കൂടുതലുള്ള സ്ത്രീകൾക്ക് 50% ഇളവിന് അർഹതയുണ്ടായിരുന്നു. കോവിഡ് കാലത്ത് യാത്രകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇളവുകൾ പിൻവലിക്കുന്നതിന് റെയിൽവേ അന്ന് പറഞ്ഞ കാരണം. എന്നാൽ കോവിഡ് ലോക്ഡൌൺ പിൻവലിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇളവുകൾ പുനഃസ്ഥാപിക്കാൻ റെയിൽവേയോ കേന്ദ്ര സർക്കാരോ തയ്യാറായില്ല. ഇതുവഴി മുഴുവൻ തുകയും നൽകിയാണ് രാജ്യത്തെ മുതിർന്ന പൗരന്മാരടക്കമുള്ളവർ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 13 കോടി പുരുഷന്മാരും 9 കോടി സ്ത്രീകളും 33,700 ട്രാൻസ്ജെൻഡറുകളുമാണ് ഈ കാലയളവിൽ യാത്ര ചെയ്തത്. ഏകദേശം 13,287 കോടി രൂപയുടെ ടിക്കറ്റുകളും വിറ്റഴിഞ്ഞു. 3 വിഭാഗക്കാരുടെയും യാത്രാ ഇളവുകൾ നിഷേധിച്ചത് വഴി റെയിൽവേ അധികമായി 5,875 കോടി രൂപ നേടിയെന്നാണ് മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രശേഖർ ഗൌറിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ മുതിർന്ന പൗരന്മാരുടെ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. മലബാർ ടൈംസ്, തിരൂർ.